ടി.പി. ജയേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് ഏത് ഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത്. പണ്ടൊരിക്കൽ ഒരു രണ്ടര പതിറ്റാണ്ട് മുമ്പ് BJP തലസ്ഥാനത്തൊരു സമരം നടത്തി വലിയ അക്രമം ഉണ്ടായത് BJPയെ സംബന്ധിച്ച് ഉണ്ടാക്കിയ തിരിച്ചടി, BJPക്ക് എല്ലാ കാലത്തും ശക്തികേന്ദ്രമായിരുന്ന തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പതിറ്റാണ്ടിനെങ്കിലും സമയമെടുത്തിട്ടുണ്ട് എന്ന്. ഇപ്പോൾ CPM ആണ് വഞ്ചൂര് പോലെ അവർക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സമരം നടത്തി ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുകയും അവമതിപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ കക്ഷികൾക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് വ്യക്തിപരമായി 100% യോജിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങളുള്ള മനോഭാവം രാഷ്ട്രീയ പാർട്ടികളുടേത് മാറേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ അത്തരം മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. നോക്കൂ, ഉദാഹരണം തെരഞ്ഞെടുപ്പ്. കണ്ടവൻ്റെ മുഴുവൻ സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നത് അവകാശമാണ് എന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം കുറേയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചു. ഇത്തരം മാറ്റം വരുത്താനുള്ള നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകൂടങ്ങളും അതിന് സംവിധാനങ്ങളുമാണ്. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന ജോയിൻറ്റ് കൗൺസിലിൻ്റെ വ്യക്തി തന്നെ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. കക്ഷത്തിലുള്ളത് പോവുകയുമരുത്, ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം. അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പദം എന്താണ്? ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരായി സമരം ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹത്തിനറിയാം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കൂടെയുള്ള തൻ്റെ അനുയായികളെ പിടിച്ചു നിർത്താനുള്ള ഒരു കേവലം തട്ടിപ്പ് മാത്രമാണ് അദ്ദേഹം നടത്തുന്നത്. ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് ഇടതുകക്ഷിയുടെ നേതാവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമരം. രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇക്കാര്യത്തിൽ കഴിയുന്നത്, ഈ സമരം ചെയ്തത് BJP ആയിരുന്നെങ്കിൽ കേരള പോലീസ് അനുവദിക്കുമെന്ന് അഭിലാഷ് വിശ്വസിക്കുന്നോ? അഭിലാഷ്, ഇവിടെ മാത്രമല്ല, ഇത് നോക്കൂ, അങ്ങ് കണ്ണൂരിൽ ഒരു KSRTC ബസ് റോഡിൽ പണിയാൻ ഉദ്ദേശിച്ച ഈ ഇതിൻ്റെ ഇരുമ്പ് പൈപ്പ് തട്ടിയിട്ട് അപകടം നിർത്തുകയും KSRTCക്ക് ഉണ്ടായ നഷ്ടം എത്ര വലുതാണ്? എന്ത് നടപടിയാണ് കേരള പോലീസ് എടുത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇടതു മുന്നണിയുടെ പോലീസ് അല്ലായിരുന്നുവെങ്കിൽ ശരി, ഈ റോട്ടിൽ ഇങ്ങനെ ഒരു കെട്ടാനും തടയാനും ധൈര്യമുണ്ടാകുമായിരുന്നോ? അവിടെ പോലീസിനെ കിട്ടുമെന്ന ഉറപ്പിലല്ലേ? ഇപ്പം തന്നെ എന്താ ഉണ്ടായത്? തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകർ കൃത്യമായിട്ട് ഒരു കോടതി നടപടിയുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ അറിയാം ഇവർക്ക്, കാരണം ഇതൊരിക്കലും നടപടിയെടുക്കാൻ പാകുന്നില്ല. അതുകൊണ്ട് അഭിലാഷോട് 100% ഞാൻ യോജിക്കുന്നു. പൊതുജനങ്ങളോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര രീതിയോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മനോഭാവം മാറണം. പക്ഷേ അതൊരു സുപ്രഭാതം കൊണ്ട് നടക്കുന്ന വിശ്വാസം എനിക്കില്ല. അതിന് പ്രേരിപ്പിക്കേണ്ടത് പോലീസും ഭരണകൂടവുമാണ്. അവിടെ ഈ ധൈര്യത്തിലാണ് ജോയിന്റ് കൗൺസിൽ ഇപ്പോൾ ഈ സമരത്തിനും ഈ നേതൃത്വം കൊടുക്കുന്നത്.